നമസ്കാരം, എല്ലാവർക്കും പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിഷുഫലത്തിൻ്റെ 3-ാം ഭാഗമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ലീബ്ര, സ്കോർപിയോ, സാജിറ്റേറിയസ്, തുലാം, വൃശ്ചികം, ധനു രാശികളുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഓരോ രാശികളുടെയും പൊതുഫലം പറഞ്ഞതിന് ശേഷം ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ചെയ്തതുപോലെ തന്നെ അതിൽ ഓരോന്നിലും വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി സ്പെസിഫിക് ആയി തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലീബ്രയിലേക്ക്, തുലാം രാശിയിലേക്ക് ആദ്യമായി കടക്കാം. അപ്പോൾ നമുക്ക് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കുള്ള പൊതുവായ വിഷുഫലം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ലീബ്ര സോഡിയാക് സൈനായിട്ടുള്ള ആളുകൾക്ക്, തുലാം രാശിയിൽ വരുന്ന ആളുകളുടെ പൊതുവായ വിഷുഫലം നമ്മൾ 5 കാർഡ് എടുത്ത്, ടാരോ കാർഡ് എടുത്താണ് നോക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഫൂൾ, ഹാങ്ഡ് മാൻ, 2 നേച്ചർ ആർക്കാന കാർഡ് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നൈറ്റ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സിനും നൈറ്റ് ഓഫ് സോഡ്സിനും ഇടയിൽ 2 മേജർ ആർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ്. തുലാം രാശിക്കാർക്ക് വന്നിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ സാഹസികവും എന്നാൽ ഇമോഷണലി വലിയ മാറ്റത്തെയും സൂചിപ്പിക്കുന്ന കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇപ്പം നമുക്ക് ഫൂൾ കാർഡിൽ നിന്ന് പുതിയ തുടക്കങ്ങൾ ആണല്ലോ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത്. ഫൂൾ കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായൊരു പാതയിലേക്ക് ചുവട് വയ്ക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയമാണ് ഇത്. പഴയ ഭയങ്ങൾ മാറ്റിവെച്ച ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെയും ധൈര്യത്തോടെയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾ ഈ വിഷുക്കാലത്ത് മുതിരും എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട്. മേജർ ആർക്കാനയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സും നൈറ്റ് ഓഫ് സോഡ്സും ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതായത് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുതിര പടയാളികളാണ്. അപ്പോൾ കുതിരപ്പടയാളിയുടെ സാന്നിധ്യം ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ അമിതമായ വേഗതയാണ്. വളരെ സ്പീഡായിട്ടായിരിക്കും പൊതുവായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ഒരു എനർജി വർദ്ധിക്കുകയും യാത്രകൾക്കോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾക്കോ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഫുൾ കാർഡിൻ്റെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് നിങ്ങൾ മുതിരും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകും. അതിനൊക്കെ ഒരു വാതിൽ തുറക്കുന്നൊരു സമയമായിരിക്കും ഇത്. നൈറ്റ് ഓഫ് സോഡ്സ് ബുദ്ധിപരമായ വേഗത, അതായത് എന്തിനെങ്കിലും എടുത്തു ചാടിയിട്ടുള്ളൊരു പെരുമാറ്റമല്ല, ബുദ്ധിപരമായ വേഗതയെയും വ്യക്തമായ തീരുമാനങ്ങളെയുമാണ് കാണിക്കുന്നത്. അതായത് ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുമ്പോൾ തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ആർജവം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാവും. കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുന്നതായിട്ട് ഇവിടെ കാണാം. അതായത് വേഗതയുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ ഒരു തടസ്സമോ കാത്തിരിപ്പോ അനുഭവപ്പെടാം. ഇത് നിങ്ങളെ കാര്യങ്ങളെ മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാൻ പ്രേരിപ്പിക്കും. തലകീഴായി നിന്ന് ലോകത്തെ കാണുന്നത് പോലെ നിലവിലെ പ്രശ്നങ്ങൾക്കൊരു പുതിയ പരിഹാരം കണ്ടെത്താൻ ഈ സമയം നിങ്ങൾ പുതിയ രീതിയിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത് ഗുണപ്പെട്ടേക്കും. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കാതെയുള്ള പോക്കാണ്. അതായത് തിരിഞ്ഞു നോക്കാതെയുള്ള യാത്ര. വൈകാരികമായി നിങ്ങൾ ഇനി ഗുണം ചെയ്യാത്ത ചില ബന്ധങ്ങളോ സാഹചര്യങ്ങളോ വേണ്ടതില്ല എന്ന് കണക്കാക്കി അല്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ഇത് നിങ്ങൾക്കൊരു വിഷമകരമായ അവസ്ഥയല്ല, വിഷമമൊന്നുമില്ലാതെ ഒരു ഉറച്ച തീരുമാനം, മാനസികമായ കരുത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ആത്മീയമായ ലെവലിൽ നിന്നുകൊണ്ട് ഒരു ഉയർന്ന തലത്തിലേക്കുള്ളൊരു വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നതിനെയാണ്, മനസ്സറിഞ്ഞെടുക്കുന്ന തീരുമാനത്തെയാണ് ഇത് 8 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായി വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് പഴയതിനെ ഉപേക്ഷിക്കാനും പുതിയ സാഹസികതകളിലേക്ക് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും വളരെ വേഗത്തിൽ കുതിക്കാനുമുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഈ വിഷുക്കാലം അല്ലെങ്കിൽ വിഷു ഫലമായിട്ട് വന്നിരിക്കുന്നത്. കാത്തിരിപ്പുകൾ ഉണ്ടായാൽ പോലും അത് നിങ്ങളുടെ പക്വത കൊണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള ഒരു എനർജിയും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട്
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് ചിത്തിര നക്ഷത്രത്തിന്റെ 3-ാം പാദവും 4-ാം പാദവുമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനു മുൻപ് നമ്മൾ ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ 2ാം പാർട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിത്തിര നക്ഷത്രത്തിന്റെ 3ഉം 4ഉം പാദങ്ങൾ നോക്കാം. എന്താണ് ചിത്തിര നക്ഷത്രത്തിന്റെ 3ഉം 4ഉം പാദങ്ങളിൽ വരുന്ന ആളുകൾക്ക് എന്ത് എനർജി ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാവുന്നത്? ജൂപ്പിറ്ററിന്റെ എനർജി ആയിരിക്കും. ഏത് ഭാവത്തിലാണ് ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടുക? ഇലവൻത്ത് ഹൗസ്, ഏത് മേഖലയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള നിർദ്ദേശം എന്താണെന്ന് നോക്കാം. 2 കാർഡാണ് വന്നിട്ടുള്ളത്. ഏത് മേഖലയിലാണ്, എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഡിഗ്നിഫൈഡ്. ഇവിടെ ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സാന്നിധ്യം എന്തായാലും വ്യാഴത്തിന്റെ സാന്നിധ്യം വരുന്നത് തന്നെ ഈ വിഷുക്കാലത്ത് വലിയ പ്രാധാന്യമുള്ളതാണ്. മഹാവിഷ്ണുവിന്റെ എനർജി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യവും സമൃദ്ധിയും അറിവും എന്നിവയുടെ ഗ്രഹമാണ്. നിങ്ങളുടെ രാശിയിൽ ഇത് ഈ എനർജിയുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാനും മുതിർന്നവരുടെയോ അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികളുടെയോ സഹായം ലഭിക്കാനും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യും. അത് 11ാം ഭാവത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട്, വ്യാഴം 11ാം ഭാവത്തിൽ വന്നതുകൊണ്ട് 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, ആഗ്രഹ പൂർത്തീകരണം, വലിയ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുള്ള സഹായം എന്നിവ ഈ കാർഡ് ഉറപ്പു നൽകുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും അതിലൂടെ അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പൊതുവിൽ വിഷുഫലത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ എല്ലാ പാർട്ടും കാണുകയാണെങ്കിൽ, ഇതുവരെ ഞാൻ ചെയ്ത 2 പാർട്ടുകളിലും ഈ എനർജി, ഇതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3rd പാർട്ടിൽ വന്നിരിക്കുകയാണ്. ഡിഗ്നിഫൈഡ് എന്ന അവസ്ഥ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മാന്യതയും അന്തസ്സും ഉയരുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുകയും ചെയ്യും. ഈ സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ ആന്തരികമായ കരുത്തിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. എന്ത് വെല്ലുവിളികൾ വന്നാലും അതിനെ അഭിമാനത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കാർഡ് എടുത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ വിഷു കാലത്ത് അല്ലെങ്കിൽ ഈ എനർജി നിങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ പരിശോധനയ്ക്കായിട്ടാണ് എന്നത് മനസ്സിലാക്കാനാണ്. അപ്പോൾ വ്യാഴവും 11ാം ഭാവവും വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസം, അതായത് ഓവർ കോൺഫിഡൻസ് വരാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവേകം കൂടി ഉപയോഗിക്കുക. ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഡിഗ്നിറ്റി കളയാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ലഭിക്കുന്ന ലാഭത്തേക്കാൾ അല്ലെങ്കിൽ ആ ലാഭങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ലാഭം കിട്ടുന്നതിലുപരി അത് ശരിയായ രീതിയിലല്ല വിനിയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡിഗ്നിറ്റിക്ക് കോട്ടം വരുത്താനായിട്ട് ഇടയാവും. അപ്പോൾ ആ രീതിയിൽ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി വിഷുക്കാലമാണല്ലോ, എന്താണ് നിങ്ങൾക്കുള്ള കൃഷ്ണന്റെ ഗൈഡൻസ് എന്ന് നോക്കാം. റിലീജിയസ് ആയിട്ട് ഇതിനെ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് യൂണിവേഴ്സ് മെസ്സേജ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഹ്യൂമിലിറ്റി ഇതും വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് നമുക്ക് മറ്റു നക്ഷത്രഫലം എടുത്ത സമയത്ത് ഏതോ ഒരു നക്ഷത്രത്തിന് ഹ്യൂമിലിറ്റി എന്ന കാർഡ് വന്നിരുന്നു. ഇവിടെ ഹ്യൂമിലിറ്റി എന്ന സന്ദേശം, അതായത് വിനയം എന്ന സന്ദേശമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇത് വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്ന അവസരത്തിൽ വരുമ്പോൾ വലിയ വിജയങ്ങളും അംഗീകാരങ്ങളും ഡിഗ്നിഫൈഡ് എന്ന കാർഡിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ സമയത്ത് അങ്ങനെയുള്ള അംഗീകാരങ്ങളും വിജയങ്ങളും ഒക്കെ വരുന്ന ഈ സമയത്ത് ഈ ഉപദേശം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വിനയം കൈവിടരുത്, വിജയത്തിലെ വിനയം. വ്യാഴം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും തരുമ്പോൾ അത് അഹങ്കാരത്തിന് കാരണമാകാതെ ശ്രദ്ധിക്കുക. എത്രത്തോളം ഉയരത്തിലെത്തുന്നോ അത്രത്തോളം വിനയത്തോടെ പെരുമാറുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അത് നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അംഗീകാരങ്ങൾ
യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ഡിഗ്നിഫൈഡ് എന്ന കാർഡ് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമതികളും സ്ഥാനമാനങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ അനുഗ്രഹമായിട്ട് കണ്ട് വിനയപൂർവ്വം സ്വീകരിക്കുക. ബന്ധങ്ങളിലെ മാധുര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അതായത് സംസാരം ഒക്കെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കാരണമാകാതെ വിനയത്തോടെയുള്ള സംസാരം മൂലം നിങ്ങളുടെ ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പെരുമാറ്റം ക്രമീകരിക്കുക. 11ാം ഭാവം സുഹൃത്ത് ബന്ധങ്ങളുടേതും കൂടി ആയതുകൊണ്ട് ഈ ഗുണം നിങ്ങളുടെ സോഷ്യൽ സർക്കിളുകളിൽ വലിയ ബഹുമാനം നേടിത്തരും എന്നാണ് പറയുന്നത്. നമ്മൾ സോഷ്യൽ സർക്കിളുകൾ ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് വൈബിനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന നെഗറ്റീവ് വൈബിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി കണക്റ്റഡ് ആകുന്ന അങ്ങനെ ഒരു വികാരം പലരിലും ഉള്ളതായിട്ട് കാണാം. അതുമായി കണക്റ്റഡ് ആകുന്ന ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടിയാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ അത്തരം നെഗറ്റീവ് വൈബിൽ നിന്നും ഒഴിവാകാൻ, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നക്ഷത്രമായ ചോതിയിലേക്ക് പോകാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് എന്ത് എനർജിയുടെ സഹായമായിരിക്കും, അല്ലെ എന്ത് എനർജി ആയിരിക്കും അവരിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുക? മെർക്കുറി ധാരാളമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പല നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നോക്കുമ്പോൾ മെർക്കുറിയുടെ പ്രസൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിഷുക്കാലത്ത് അതിൻ്റെ ഒരു എനർജി ഉള്ളതായിട്ടാണ്. ഏത് ഭാവത്തിലാണ് ഇത് ചോതി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുക? 7th ഹൗസ്, മെർക്കുറി ഇൻ 7th ഹൗസ്. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത്? എന്ത് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്? വെസ്റ്റ, ഹെർത്ത്, ഇതും നമുക്ക് വന്നിട്ടുണ്ട്, ഈ എനർജിയും വന്നിട്ടുണ്ട്. പൊതുവായിട്ട് ഒരു റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കോമൺ എനർജീസ് വരാം. പലർക്കും പലതരത്തിലായിരിക്കാം അതിന് ഒരു ബന്ധം വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴും ആ ജനറൽ റീഡിങ്ങുകളിലും നമുക്ക് കിട്ടുന്ന എനർജി അതുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ വരുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ നക്ഷത്രം എടുത്ത് നോക്കുമ്പോഴും പൊതുവായിട്ട് എടുക്കുന്നത് പോലെ തന്നെ ഒരു എലമെന്റ്സ്, എന്തെങ്കിലും ഒരു എലമെന്റ്സ് ഓരോന്നിലും ഉണ്ട്, മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലെന്ന് ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനമുള്ള വളരെ സജീവമായ കാർഡുകളാണ് വന്നിരിക്കുന്നത്. എനർജി എന്ന് പറയുന്നത് ബുധന്റേതാണ്. ബുദ്ധിശക്തിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ് ബുധൻ. അത് നിങ്ങളുടെ എനർജി കാർഡായിട്ട് വരുന്നു ഇവിടെ. ചോതി നക്ഷത്രത്തിന്റെ സ്വതസിദ്ധമായ, അതായത് ചോതി നക്ഷത്രത്തിന്റെ സ്വതവേയുള്ള ഒരു വേഗതയ്ക്ക്, അതായത് വായു തത്വം കൂടുതലുള്ള നക്ഷത്രമാണ് ഈ ചോതി നക്ഷത്രക്കാർ. അവർക്ക് വളരെ സ്പീഡ് കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിലും എന്നാണ് പൊതുവെ പറയുന്നത്. അവരുടെ വേഗതയ്ക്ക്, അതായത് നിങ്ങളുടെ വേഗതയ്ക്ക് ബുധൻ ഇവിടെ കൂടുതൽ മൂർച്ച നൽകുകയാണ് ചെയ്യുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബിസിനസ്സിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാനും നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാനും നിങ്ങളിലേക്ക് അടുപ്പിക്കാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അത് 7ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്, പങ്കാളിത്തം, വിവാഹം, പൊതുവായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള, അത് എന്ത് പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡോ വൈഫോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മറ്റു ബിസിനസ്സിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ രീതിയിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉള്ള ബന്ധം കൂടുതൽ ഈ സമയത്ത് ദൃഢമാകും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ നിങ്ങളെ തേടി വരാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പുകളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയും മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുക്കാലം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ വെസ്റ്റ എന്ന് പറയുന്നത് അടപ്പാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വിശുദ്ധമായ അടപ്പ്, അതായത് അർപ്പണം എന്ന് പറയുന്ന പോലെ അർപ്പണബോധത്തിന്റെയും ആന്തരികമായ ശുദ്ധിയുടെയും പ്രതീകമാണ് ഈ അഗ്നിശുദ്ധി എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഹെർത്ത് എന്നത് വീടിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെയോ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ആയ ഒരു ബിസിനസ് ആയിരിക്കും, എന്തിൻ്റെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ ഹൃദയഭാഗമായിട്ടാണ്
സൂചിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലോ ജോലിയിലോ ഒരു സംരക്ഷകന്റെ അല്ലെങ്കിൽ ഒരു വിളക്കിന്റെ റോളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു സമയമാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാർഡായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംസാരത്തിൽ അല്പം ഡിപ്ലോമസി കാണിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒന്ന് ശ്രദ്ധിച്ച് പങ്കാളികളുമായിട്ടാണ്, അത് സ്വന്തം സ്പൗസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളായിക്കോട്ടെ, അവരുമായിട്ട് ഒരു നയതന്ത്രജ്ഞത, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുന്നത് നല്ലതായിരിക്കും. പങ്കാളിയുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ വ്യക്തത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കളങ്കമില്ലാതെ അഗ്നിശുദ്ധി വരുത്തിയ കംപ്ലീറ്റ് ആയിട്ട് അർപ്പണബോധത്തോടു കൂടിയുള്ള സമർപ്പണത്തിലൂടെയുള്ള വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ആയിരിക്കണം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലൊക്കെ കൊടുക്കേണ്ടത്. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും എന്താണ് വിഷുക്കാലമായതുകൊണ്ട് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്ന് നോക്കാം. ഇത് റിലീജിയസ് ആയിട്ടുള്ള രീതിയിലല്ലാതെ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് യൂണിവേഴ്സ് മെസ്സേജ് ആയിട്ട് കേൾക്കാവുന്നതാണ്. പീസ്ഫുൾ, സെറീൻ ഹാർമണി ഓഫ് ഹാർട്ട് മൈൻഡ്. കപ്പിൾ അല്ലേ, ഒരു നമ്മളിവിടെ കണ്ട ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു എഫക്റ്റ് തന്നെയല്ലേ ഇതിൽ വന്നിരിക്കുന്ന ഒരു സൂചനയല്ലേ. ഒരു ഹാർമണി, ഒരു ചേർന്ന് പോക്ക്, ഹൃദയവും മനസ്സും ഒക്കെ ചേർന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളെ നിങ്ങളുടെ പങ്കാളിത്തത്തിൽ ഇടപെടുക, ഒരു നല്ല ബന്ധം, ഐക്യത്തോടു കൂടിയുള്ളൊരു പോക്ക്, ഹൃദയവും മനസ്സും എല്ലാം ഒരുപോലെ ശുദ്ധിയോടുകൂടി സത്യസന്ധതയോടുകൂടിയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്നതാണ് ഉറപ്പാണ് എന്നാണ് നിങ്ങൾക്കുള്ള വിഷുഫലം, വിഷു സന്ദേശമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രമായിട്ടുള്ള വിശാഖം നക്ഷത്രത്തിലേക്ക് പോവാം. എന്താണ് വിശാഖം നക്ഷത്രത്തിന് ഈ വിഷുക്കാലത്ത് ഉണ്ടാകുന്ന എനർജി? ജൂപ്പിറ്റർ മെർക്കുറി ഒക്കെയാണ് കൂടുതലായിട്ടും ഈ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏത് ഭാവത്തിലായിരിക്കും അനുഭവപ്പെടുക? 4ാം ഭാവം, ഹോം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കൺജങ്ഷൻ, അലയൻസ്. ഇവിടെ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ആദ്യത്തെ 3 പാദങ്ങളാണ് ഇവിടെ നമ്മൾ ഈ രാശിയിൽ വന്നിരിക്കുന്നത്, തുലാം രാശിയിൽ വന്നിരിക്കുന്നത്. ഈ ഫലം, വിഷുഫലം, അവരുടെ വിഷുഫലം എന്ന് പറയുന്നത് വളരെ ഐശ്വര്യവും സമാധാനവും നൽകുന്ന എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വിശാഖത്തിന്റെ ഒരു നാഥനായിട്ടുള്ള വ്യാഴം തന്നെ സ്വന്തം ഊർജമായിട്ട് വരുന്നത്, അതേ സ്ഥാനത്ത് തന്നെ വരുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിത്തിര നക്ഷത്രത്തിന് വന്നതുപോലെ ഇവിടെയും വ്യാഴത്തിന്റെ സാന്നിധ്യം അറിവ്, പക്വത, ഭാഗ്യം എന്നിവയിൽ നിങ്ങൾ മുൻപന്തിയിലായിരിക്കുമെന്ന് കാണിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ ഈശ്വരാധീനം കൂടെയുള്ള സമയമാണിത്. 4ാം ഭാവത്തിൽ വന്നിരിക്കുന്നുണ്ട്. 4ാം ഭാവം എന്ന് പറയുന്നത് വീട്, അമ്മ, സന്തോഷം, വാഹനം, അതായത് സുഖസ്ഥാനമാണ്. മനസ്സമാധാനം എല്ലാം വരുന്നത് ഈ ഭാവത്തിലാണ്. അപ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാൻ സാധ്യതയുണ്ട്. മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാലയളവായിരിക്കും ഇത്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൺജങ്ഷൻ എന്ന് പറയുന്നത് 2 ഊർജ്ജങ്ങൾ ഒന്നിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അലയൻസ് എന്ന വാക്ക് വരുമ്പോൾ പുതിയൊരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ശക്തമായ ഒരു സഹകരണമോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് വരാമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് വ്യക്തി ജീവിതത്തിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വർക്കുമായിട്ട് ബന്ധപ്പെട്ടോ ആകാം. ഈ സഖ്യം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, 4ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അമിതമായ സുഖലോലുപതയിലേക്ക്, അതായത് സുഖസ്ഥാനമാണ് 4ാം ഭാവം, അമിതമായ സുഖലോലുപതയിലേക്ക് നിങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡിലേക്ക് കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു തീർക്കാനായിട്ടൊരു അമാന്തം വന്നേക്കാം. അത് കൃത്യമായിട്ട് മാറ്റിവെക്കാതെ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുടുംബാംഗങ്ങളുടെ പ്രധാനമായിട്ടും അമ്മയുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് ഗുണം ചെയ്തേക്കും. അപ്പോൾ നമുക്ക് എന്താണ്
വിഷുക്കാലമായതുകൊണ്ട് നമ്മൾ വിഷുക്കാലത്ത് എന്താണ് വിശാഖം നക്ഷത്രത്തിൻ്റെ തുലാം രാശിയിലെ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൽ വരുന്ന ആളുകൾക്ക് കൃഷ്ണൻ നൽകുന്ന സന്ദേശം: പേഷ്യൻസ്, കാം, എൻഡ്യൂറൻസ്, ട്രസ്റ്റിംഗ് ഡിവൈൻ ടൈമിംഗ്. സമാധാനമായിട്ടിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഈ സമയത്ത്. ഒരു സമാധാനം, ഒരു സുഖകരമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടെങ്കിലല്ലേ സ്വസ്ഥതയും സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഉറപ്പിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പേഷ്യൻസോടുകൂടി ചെയ്താൽ വിജയം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും എന്ന് തന്നെയാണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ നമുക്ക് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. നക്ഷത്രഫലം എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത രാശിയായിട്ടുള്ള വൃശ്ചികം രാശി, സ്കോർപ്പിയോയിലേക്ക് ആണ് പോവേണ്ടത്. അപ്പോൾ സ്കോർപ്പിയോ നോക്കാം. സ്കോർപ്പിയോ രാശിയിലുള്ള സൈനിൽ വരുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉള്ള പൊതുഫലമാണ് നമ്മൾ നോക്കുന്നത്. 5 കാർഡുകൾ എടുക്കാം. 5 ടാരോ കാർഡ് എടുത്തിട്ട് നമുക്ക് നോക്കാം പൊതുവായ എനർജി എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് നോക്കാം. ഹാങ്ഡ് മാൻ, മേജർ ആർക്കാന എംപ്രസ്, അടുത്ത മേജർ ആർക്കാന കാർഡ് 9 ഓഫ് കപ്സ്, വിഷ് കാർഡാണ് 9 ഓഫ് സോർഡ്സ്, 4 ഓഫ് വാൻഡ്സ്. വൃശ്ചിക രാശിക്കാരുടെ പൊതുഫലം എന്ന് പറയുന്നത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് സമൃദ്ധിയും വളർച്ചയുമാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ജീവിതത്തിൽ പുതിയ വളർച്ചയുടെയും സർഗാത്മകതയുടെയും സമയമായിരിക്കും നിങ്ങൾക്കിത്. സാമ്പത്തികമായ പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും ഈ കാർഡ് ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നോ വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. 9 ഓഫ് കപ്സ് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വന്നിരിക്കുന്നതുകൊണ്ട് വിഷ് കാർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹം ഈ സമയത്ത് സഫലമാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ജീവിതത്തിൽ സംതൃപ്തിയും ആനന്ദവും അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും. വിവാഹം പോലുള്ള കാര്യങ്ങൾ ആണെന്നൊരു സൂചന ഇത് നൽകുന്നുണ്ട്. 4 ഓഫ് വാൻഡ്സ് ആഘോഷങ്ങളും ഒത്തുചേരലുകളുമാണ് പറയുന്നത്. വീട്ടിലൊരു ശുഭകാര്യം നടക്കാനോ വിവാഹം പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാനോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. വിവാഹം നോക്കുന്ന ആളുകൾക്ക്, ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യം വരാനും സാധ്യതയുണ്ട്. ഒരു സുരക്ഷിത ബോധം നിങ്ങളെ തേടിയെത്തുന്ന സമയമായിരിക്കും ഇത്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ നല്ലൊരു സമയമായിരിക്കും എന്നുകൂടി നമുക്ക്, ഹാപ്പി കപ്പിളാണിത്, അങ്ങനെ കൂടി നമുക്ക് പറയാം. ഹാങ്ഡ് മാൻ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ, അതായത് വിഷു സമയത്തോടുകൂടി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് വരാനിരിക്കുന്നതെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരു ആംഗിളിലൂടെ കാണാൻ വേണ്ടിയിട്ട് ശീലിക്കും. അതായത് ചില പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനോ കാര്യങ്ങൾ മറ്റൊരു ആംഗിളിൽ കൂടി നോക്കാനോ നിങ്ങൾ തയ്യാറാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വേണമെന്നാണ് ഈ കാർഡ് പറയുന്നത്. സ്വയം സമർപ്പണത്തിലൂടെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ഉത്കണ്ഠ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നിലവിലുണ്ട്. എല്ലാം നന്നായി നടക്കുമ്പോഴും മനസ്സിൽ അനാവശ്യമായ ഭയമോ രാത്രിയിലുള്ള ഉറക്കമില്ലായ്മയോ ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴുള്ള എനർജി ആയിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ആയിരിക്കാം. അതായത് വിവാഹമൊക്കെ നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടോ നിലവിൽ അങ്ങനെ ഒരു ആങ്സൈറ്റി നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ അതിനെ ഒഴിവാക്കി വിട്ടേക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു പൊതുവായ ഒരു ഊർജം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷവും ഭാഗ്യവും ആഘോഷവും ഒക്കെ നിറഞ്ഞതാണ്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അനാവശ്യമായ ചിന്തകളൊക്കെ എന്തെങ്കിലും കടന്നു വന്നാൽ തന്നെ പെട്ടെന്ന് അതിനെയൊക്കെ ഒഴിവാക്കി മനസ്സ് സന്തോഷമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫലം നോക്കാം. സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓരോ നക്ഷത്രങ്ങളെ എടുത്താണ് നോക്കുന്നത്. അതിൽ വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം ആദ്യമായിട്ട് നോക്കാം. വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം ഭാവത്തിന് എന്ത് എനർജി ആയിരിക്കും കൂടുതലായിട്ട് ഈ സമയത്ത് ഉണ്ടാവുക? നോർത്ത് നോഡ്. ഏത് ഭാവത്തിലാണ് അത് അനുഭവപ്പെടുക? ഏത് ഭാവത്തിലായിരിക്കും അനുഭവപ്പെടുക? 8th ഹൗസ്. എന്താണ് നിങ്ങളോട്
ശ്രദ്ധിക്കുന്നതിനായിട്ട് യൂണിവേഴ്സ് പറയുന്നത്? എന്ത് കാര്യം ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് ഈ സമയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? അസെൻഡന്റ്, എൻട്രൻസ്. ഓക്കെ, ഇവിടെ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖ നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലെ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത് നോർത്ത് നോഡ്, അതായത് രാഹുവാണ്. നിങ്ങളുടെ എനർജി കാർഡായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെയും, അതായത് സോൾ പർപ്പസിനെയും സൂചിപ്പിക്കുന്നതാണ് ഈ നോർത്ത് നോഡ് എന്ന് പറയുന്നത്. ഭാവിയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇതുവരെ സഞ്ചരിച്ച പാതയിൽ നിന്ന് മാറി പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ആകൃഷ്ടരാവാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയം. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ആന്തരിക പ്രേരണ നിങ്ങളിൽ ഉണ്ടാവും. ഇത് വന്നിരിക്കുന്നത് 8ാം ഭാവത്തിലായതുകൊണ്ട് ട്രാൻസ്ഫർമേഷനാണ്, മിസ്റ്ററിയുടെ കാർഡാണ്. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസ്ഫർമേഷനെ രൂപാന്തരത്തെ സൂചിപ്പിക്കുന്ന കാർഡ് കൂടിയാണ്. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പഴയ പല കാര്യങ്ങളും അവസാനിക്കുകയും പുതിയതിന് ഒരു വാതിൽ തുറക്കുകയും. കണ്ടോ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എൻട്രൻസ് കാർഡാണ്, അസെൻഡന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അത് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നിഗൂഢമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് പുതിയൊരു വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലൊക്കെ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത്. പുതിയൊരു ഊർജ്ജത്തോടെ നിങ്ങൾ സ്വയം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടും. മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ആ സമയത്ത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെയും ലോകം എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ ബോധവാനായിരിക്കണം. നല്ല ഒരു പോസിറ്റീവ് വൈബിലായിരിക്കണം. നിഗൂഢമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിഗൂഢത ഉണർത്തിക്കൊണ്ട് ആളുകളുടെ മുന്നിൽ നിങ്ങൾ പോവാതിരിക്കുക. അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെ കൂടുതൽ നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കും. ഇനി എന്താണ് നിങ്ങളോട് ഈ വിഷുക്കാലത്ത് കൃഷ്ണൻ്റെ നിർദ്ദേശം, മെസ്സേജ് എന്ന് നോക്കാം. റിലീജിയസ് ആയിട്ട് ഇതിനെ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് യൂണിവേഴ്സൽ എനർജി ആയിട്ട് സ്വീകരിക്കാവുന്നതാണ്. കൈൻഡ് എന്നാണ് മെസ്സേജ്. ജെൻറ്റിൽ, കമ്പാഷൻ, ലവിങ്, കെയർ. കണ്ടോ, ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്, ആവശ്യപ്പെടുന്നത് കൈൻഡ് ആയിട്ടിരിക്കുക. ആ ഒരു കൈൻഡ്നെസ്, പുതിയ ഒരു രീതിയിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ ആ ഒരു കൈൻഡ്നെസ് നിങ്ങളിൽ ഉണ്ടാവട്ടെ. അത് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ഊർജ്ജത്തെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ, അത് വളരെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ചുറ്റുമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് വലിയൊരു നേട്ടം, യൂണിവേഴ്സൽ എനർജി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് അതുവഴി സൂചിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്തതായിട്ട് അനിഴം നക്ഷത്രത്തിൻ്റെ വിഷുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അനിഴം നക്ഷത്രക്കാർക്ക് എന്ത് എനർജി ആയിരിക്കും ഈ വിഷുവിന് ഉണ്ടാവുക? ജൂപ്പിറ്റർ. കണ്ടോ, ജൂപ്പിറ്റർ എനർജി കൂടുതലായിട്ട് ഈ സമയത്ത് വരുന്നുണ്ട്. വ്യാഴമാണ്, മഹാവിഷ്ണുവിൻ്റെ എനർജിയാണ്. ഏത് ഭാവത്തിലായിരിക്കും? 12th house, introspection. എന്ത് കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്? കൺജങ്ഷൻ, അലയൻസ്. ഇവിടെ അനിഴം നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വ്യാഴമാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അത് ഭാഗ്യത്തിൻ്റെയും അറിവിൻ്റെയും ഗ്രഹം ആണ് വ്യാഴം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ എനർജി വരുമ്പോൾ ഇത് നിങ്ങളുടെ ബുദ്ധിയെയും വിവേകത്തെയും ഒക്കെ ഉണർത്തുന്നൊരു സമയം ആയിരിക്കും ഈ വിഷുക്കാലം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും ഈശ്വരൻ്റെ ഒരു കരം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെയുള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് 12ാം ഭാവത്തിൽ വരുമ്പോൾ, 12ാം ഭാവം എന്ന് പറയുന്നത് മോക്ഷം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ ഉപബോധ മനസ്സ്, വിദേശവാസം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് ഭൗതികമായ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഒരു സ്പിരിച്വൽ ഒരു പീസിന്, അതായത് ഒരു ആത്മീയമായ സമാധാനത്തിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൂരയാത്രകൾക്ക്, നിലവിൽ വിദേശത്തുള്ളവരാവാം പലരും, വിദേശത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അകന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരു രീതി, അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക്, വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക്, ജോലികൾക്കൊക്കെ ഈ ഭാവം വഴി തുറക്കും. അനാവശ്യമായ ചിലവുകൾ വരാതെ ശ്രദ്ധിക്കണം എന്നുണ്ട്. എന്ത് കാര്യമാണ് ഈ കൺജങ്ഷൻ വഴി പറയുന്നതെന്ന് വെച്ചാൽ പുതിയൊരു അലയൻസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അലയൻസ് എന്ന് പറഞ്ഞല്ലോ, അതായത് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഒത്തുചേരലാകാം, അല്ലെങ്കിൽ
ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ആഴത്തിലുള്ള ഒരു ബന്ധം ഈ സമയത്ത് ഉണ്ടാകുന്നതാവും. ആത്മീയമായ ഒരു കൂടിച്ചേരലുകളും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയൻ, സ്പിരിച്വലി ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ പാത്തിൽ നല്ലൊരു രീതിയിലേക്ക് പോകാനുള്ളൊരു വൈബും കൂടി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത്. എന്താണ് കൃഷ്ണൻ്റെ മെസ്സേജ് അനിഴം നക്ഷത്രക്കാർക്ക്? വിഷുവിന് കൃഷ്ണൻ്റെ മെസ്സേജ് ടോളറൻറ്റ്, പേഷ്യൻസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഇന്നർ പീസ്. കൃഷ്ണൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ ഈ 12ാം ഭാവം എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകളോ തടസ്സങ്ങളോ ഒക്കെ കൊണ്ടുവന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അസ്വസ്ഥരാവാതെ ക്ഷമയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരോടുള്ള സമീപനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കാനും അവരോട് ക്ഷമിക്കാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കണം. ഇത് നിങ്ങളുടെ ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കും. മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കാനും അവരോട് ക്ഷമിക്കാനുമൊക്കെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കണം. ഇത് നിങ്ങളുടെ ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കുമെന്നാണ്. ഒരു സമർപ്പണ മനോഭാവത്തോടെ, അതായത് സംഭവിക്കുന്നതെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു ഇച്ഛയ്ക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണെന്ന് കരുതി ക്ഷമയോടെ കാത്തിരുന്നാൽ 12ാം ഭാവം നൽകുന്ന ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ, അത് നിങ്ങൾക്ക് ഒരു വലിയൊരു നേട്ടമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ അടുത്ത നക്ഷത്രമായിട്ടുള്ള വൃശ്ചികം രാശിയിലെ അവസാന നക്ഷത്രമായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രത്തിന് എന്ത് എനർജിയാണ് ഈ വിഷുക്കാലത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടുക? ഈ കണ്ടോ, ജൂപ്പിറ്റർ തന്നെ വന്നിരിക്കുന്നു. ഏത് ഭാവത്തിലാണ് അത് അനുഭവപ്പെടുക? വിഷുക്കാലം വിഷ്ണുവിൻ്റെ കാലം തന്നെയാണ് എന്നാണിത് സൂചിപ്പിക്കുന്നത്. 11th ഹൗസ്. എന്ത് കാര്യം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത്? സോളാർ കാം, ക്ലാരിഫൈ. തൃക്കേട്ട നക്ഷത്രത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ ജൂപ്പിറ്റർ വന്നിരിക്കുന്നു, വ്യാഴം വന്നിരിക്കുന്നു. ബുദ്ധിശക്തിക്കും നയതന്ത്രജ്ഞതയ്ക്കും പേരുകേട്ട തൃക്കേട്ടക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടി ലഭിക്കുമ്പോൾ സ്വർണത്തിൽ സുഗന്ധം ചേരുന്നത് പോലെയാണ് ആവുക. അതായത് നിങ്ങളുടെ അറിവും കഴിവും ശരിയായ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന സമയമായിരിക്കും ഈ വരാൻ പോകുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും. 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. അതായത് അത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തികമായ വലിയ മുന്നേറ്റങ്ങൾ ഈ വിഷുക്കാലത്ത് കൊണ്ടെത്തിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനും ഈ ഭാവം നിങ്ങളെ സഹായിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് വലിയ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് ഈ സോളാർ കാം എന്ന് പറയുന്നത് സൗമ്യമായൊരു ഊർജ്ജം, ഒരു ശാന്തതയാണ്. നിങ്ങളുടെ ഒരു സൺ എനർജിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ശാന്തതയുമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ പോലെ നിങ്ങൾ പ്രകാശിക്കുമ്പോഴും, അതായത് ഇങ്ങനെ ഒരു വലിയൊരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്വർണം പോലെ പ്രകാശിക്കും. ആ സമയത്ത് നിങ്ങൾ പാലിക്കേണ്ടത് ഉള്ളിലൊരു ശാന്തത, ആ വിജയങ്ങൾ നിങ്ങളെ ഭ്രമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ശാന്തമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ആ സമയത്ത് സാധിക്കും. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എത്ര വലിയ വിജയങ്ങൾ ഉണ്ടായാലും മനസ്സിന്റെ സമാധാനം നഷ്ടമാകാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ ഈ സോളാർ കാം സഹായിക്കും. അതിലേക്ക് പൊരുത്തപ്പെട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ. അത് കൈവിട്ടു പോകുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിന്റെ നിർദ്ദേശം. വിഷുക്കാലമായതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്നുകൂടി നമുക്ക് നോക്കാം. എന്താണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന വിഷു സന്ദേശം? കൺട്രോളിങ് ദ മൈൻഡ്. ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ആ ഒരു ശാന്തത പാലിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. മാസ്റ്ററി ഓവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അതായത് ഈ കാര്യങ്ങളിൽ ഭ്രമിച്ചു പോകാതെ, വിജയങ്ങളിൽ മതിമറന്നു പോകാതെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ പൊതുഫലവും സ്പെസിഫിക് ആയിട്ടുള്ള ടാരോ ഫലവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ധനുരാശിയിൽപ്പെട്ട സജിറ്റേറിയസ് സോഡിയാക് സൈനായിട്ടുള്ള രാശികളുടെ പൊതുഫലവും നക്ഷത്രഫലവുമാണ് നോക്കാനുള്ളത്.
അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി അവസാന രാശിയായ ഈ പാർട്ടിലെ അവസാന രാശിയായ ധനുരാശിയുടെ സാജിറ്റേറിയസിൻ്റെ വിഷുക്കാലം എങ്ങനെയുണ്ടാവും നോക്കാം. അവർക്കുള്ള പൊതുഫലം, പൊതുവായ വിഷുഫലം എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 കാർഡ് സ്പ്രെഡിലൂടെ അവരുടെ സാജിറ്റേറിയസിൻ്റെ പൊതുവായ വിഷു എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. 5 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, ഓർഡറിലാണല്ലോ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് സ്ട്രെങ്ത്. പൊതുവായൊരു എനർജി ധനുരാശിയുടേത് വൈകാരികമായ ഒരു എനർജിയാണ്. വൈകാരികമായ ഓർമ്മപ്പെടുത്തലുകളും അതുപോലെ ഒരു ആത്മബലവും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് പൊതുവിൽ വന്നിരിക്കുന്നത്. ഈ 5 ഓഫ് കപ്സും 6 ഓഫ് കപ്സും ഒരുമിച്ച് വന്നിരിക്കുന്നത്, ഈ 2 കാർഡുകളും നിങ്ങളുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചെറിയ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോയ 3 കപ്പുകളെ ഓർത്ത് വിഷമിച്ച് കരയുകയല്ല നിങ്ങൾ വേണ്ടത്. 2 നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തോ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ. പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനോ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനോ നിങ്ങളുമായി കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനോ ഒക്കെയുള്ള ഒരു നൊസ്റ്റാൾജി അനുഭവപ്പെടാനും പഴയകാലത്തെ കാര്യങ്ങളോർത്ത് ആ നഷ്ടബോധത്തിൽ നിങ്ങളിരിക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും. വിഷുക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കാനായിട്ട് സാധ്യതയുണ്ടാവും എന്നതായിരിക്കാം. എന്തായാലും കുടുംബത്തിൽ നിന്നും പഴയ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. ഇവിടെ കാര്യം എന്ത് തന്നെയാണെങ്കിലും 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് വന്നു ചേരാം. ഇതിലേത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടായേക്കാം. കൺമുന്നിൽ കാണുന്ന എല്ലാ തിളക്കമുള്ള കാര്യങ്ങളും സത്യമാകണമെന്നില്ല. അതിനാൽ ശ്രദ്ധയോടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു വിവേചന ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇതിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. പണ്ടെപ്പോഴോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് തളർന്നിരിക്കേണ്ട കാര്യമില്ല. അവശേഷിച്ച കാര്യങ്ങളിൽ നിന്ന് പല ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ പോവുകയും അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിന് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പൊതുവായ സൂചന. നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്നതായിട്ടാണ് പറയാം. അതായത് ആശയക്കുഴപ്പങ്ങളിൽ പെടാതെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ഒരു വ്യക്തതയോടുകൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. നിങ്ങൾ ആ തീരുമാനവുമായി ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, പഴയ കാര്യങ്ങളെ പറ്റി ഓർത്തുള്ള വിഷമങ്ങളൊക്കെ വന്നാൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ അവശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് അബണ്ടൻസും സന്തോഷവും എല്ലാം തരാൻ വേണ്ടിയിട്ട് പ്രാപ്തമാണ്. ഇവിടെ കാണുന്ന ഇതൊരു കാക്കയല്ലേ ഇത് ഈ കാണുന്നത്? പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുന്നതാണ്. അതായത് നിങ്ങളുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുമൊക്കെ എപ്പോഴും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ. അങ്ങനെ ഒരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് ബുദ്ധിപൂർവ്വം വെട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും. അത് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കണം. പിന്നെ മേജർ ആർക്കാനക്കാരായിട്ടുള്ള സ്ട്രെങ്ത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡാണ്. അതായത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മൃഗത്തെ, ഒരു സിംഹത്തെ, ഇവിടെ കാണുന്നത് ക്രൊക്കഡൈലാണ് അല്ലേ? അപ്പോൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിംഹത്തെ പോലും അല്ലെങ്കിൽ ഒരു മൃഗീയമായിട്ടുള്ള ഒരു കരുത്തിനെ പോലും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും സാഹചര്യങ്ങളെ കീഴടക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ലൊരു ആത്മബലം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ഏത് പ്രതിസന്ധിയിലും ശാന്തത പാലിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതല്ല. ദിനം പ്രതി നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ
തന്നെ ആവില്ലല്ലോ. നമ്മുടെ സാധാരണ ജീവിതം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലൂടെ നമ്മൾ പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നതാണ്. അതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതിലാണല്ലോ അതിൻ്റെ ഒരു വിജയം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആത്മബലം കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളോട് ഇവിടെ നിർദ്ദേശിക്കുന്നത് പഴയ കാര്യങ്ങളിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ, ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ വരുമ്പോൾ ഏതെടുക്കണമെന്ന ആശങ്കയോടുകൂടി നിൽക്കാതെ ഒരു തീരുമാനമെടുത്ത് കുടുംബത്തിൻ്റെയും പൂർവികരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പിന്തുണയോടെ, സപ്പോർട്ടോടെ, അനുഗ്രഹത്തോടെ മുന്നോട്ട് കുതിച്ച് കരുത്തോടുകൂടി എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് വിഷുഫലമായിട്ട് പൊതുവായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ രാശിയിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളെ ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യമായിട്ട് മൂലം നക്ഷത്രം. അപ്പോൾ നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ പൊതുവായ വിഷുഫലം ധനുരാശിയിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതെല്ലാം മൂലം നക്ഷത്രത്തിന് ബാധകമാണ്. അതേപോലെ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെ രാശിയുടെ പൊതുഫലം ബാധകമാണ്. സ്പെസിഫിക് ആയിട്ട് ഈ നക്ഷത്രക്കാർക്ക് എന്ത് എനർജി ആയിരിക്കും ഈ വിഷുക്കാലത്ത് ഉണ്ടാവുക? സണ്ണിൻ്റെ ഊർജമാണ് ഉണ്ടാവുക. സൂര്യൻ്റെ ഊർജം കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടാവും. ഏത് ഭാവത്തിലായിരിക്കും അത് നിങ്ങൾക്ക് അനുഭവപ്പെടുക? ഈ എനർജി ഏത് ഭാവത്തിലായിരിക്കാം നിങ്ങൾക്ക് അനുഭവപ്പെടുക? എത്രയും കൂടി സ്പെസിഫിക് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇത് റീഡ് ചെയ്യുന്നത്. ഓരോ നക്ഷത്രങ്ങളായിട്ടെടുത്ത് പൊതുഫലമായി ഓരോ രാശി മാത്രം പറയാതെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. 6th ഹൗസ്, 6ാം ഭാവത്തിലാണ് സൺ നിൽക്കുന്നത്. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് യൂണിവേഴ്സ് പറയും. 2 കാർഡാണ് ഫീൽ ചെയ്യുന്നത്. അതെടുക്കാം. ഡെബിലിറ്റേറ്റഡ് ആൻഡ് ഡിസെൻഡന്റ്. നമുക്ക് നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന എനർജി സൂര്യൻ്റെ എനർജിയാണ്. അതായത് ആത്മവിശ്വാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകമാണ് സൂര്യൻ. എന്നാൽ ഇവിടെ സൂര്യൻ്റെ ഊർജം ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും അതിന് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെന്നാണ് കാർഡുകൾ നൽകുന്ന സൂചന. അത് വേറെ ഒന്നും കൊണ്ടല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങളുടെ സൺ പോലെയുള്ള പ്രകാശത്തിന് ആ വ്യക്തിപ്രഭാവം നിങ്ങൾക്ക് നൽകാവുന്ന എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും ചില തടസ്സങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ വന്നേക്കാം. അതെങ്ങനെയായിരിക്കും? 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുക്കളുടെ രോഗങ്ങൾ, കടം, ജോലിയിലെ മത്സരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ഈ സണ്ണിൻ്റെ എനർജിയിൽ ഹൈ പവറിൽ നിൽക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുകയോ, അല്ലെങ്കിൽ ശത്രുക്കളുടെയോ ജോലിയിലെ മത്സരങ്ങളുടെയോ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ എന്തെങ്കിലും സൺ പോലെ ശോഭിക്കാൻ പറ്റാതിരിക്കുകയോ, അല്ലെങ്കിൽ കടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കടങ്ങൾ നിങ്ങളെ അല്ലാത്ത പക്ഷം നല്ല രീതിയിലേക്ക് ജ്വലിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈ പ്രതിസന്ധികൾ കാരണം ഒരു ചെറിയ തടസ്സങ്ങൾ ആ കാര്യത്തിന് ഉണ്ടാകും എന്നാണ്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വിഷുക്കാലം നിങ്ങൾക്ക് ദുരിതപൂർണമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പൊതുഫലം നിങ്ങൾക്ക് അനുകൂലമാണ്. നഷ്ടങ്ങളെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഓപ്ഷൻ എടുത്ത് പല അവസരങ്ങളെ അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് കരുത്തോടുകൂടി അതിവേഗത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കേട്ടിട്ട് പേടിക്കേണ്ട. ഇങ്ങനെ സൺ പോലെ ജ്വലിക്കേണ്ട ആളുകളാണ് മൂലം നക്ഷത്രം. പക്ഷെ അതിൽ ചില ശത്രുതാപരമായ കാര്യങ്ങളോ, രോഗങ്ങളോ, കടം പോലുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന മത്സരങ്ങളോ നിങ്ങളെ ബാധിക്കാൻ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം അതുമൂലം കൂടുകയോ, തർക്കങ്ങളോ ഉത്തരവാദിത്തങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൂലമുള്ളൊരു സമ്മർദ്ദം നിങ്ങൾക്കുണ്ടായേക്കാം. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ഇപ്പോൾ ചൂട് മൂലമുള്ള അസ്വസ്ഥതകളോ, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ, ഉദര സംബന്ധമായവ അങ്ങനെ എന്തെങ്കിലും വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊരു സൂചന ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് സൂര്യൻ 6ാം ഭാവത്തിൽ ഡെബിലിറ്റേറ്റഡ് ആയിട്ട്, അതായത് ഒരു അസ്വസ്ഥതയോടുകൂടി ഉള്ള ഒരു നിൽപ്പാണ്. അതായത് അസ്വസ്ഥമായ അവസ്ഥയിൽ വരുന്നത് ആത്മവിശ്വാസക്കുറവിനെ സൂചിപ്പിക്കുന്നു. ശരിയായി ജോലി ചെയ്തിട്ടും വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തതുപോലെയുള്ള തോന്നൽ. അതായത് സൺ പോലെ തെളിയേണ്ട, ജ്വലിക്കേണ്ട നിങ്ങൾക്ക്
നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ട് പക്ഷെ അങ്ങനെ ഒരു കയറ്റം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ മാനസിക സമ്മർദ്ദം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എങ്കിലും ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ഇടപെടലുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഡിസെൻഡന്റ് എന്ന കാർഡ് വന്നിരിക്കുന്നത്. ഇതും നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ വന്ന കാർഡാണ്. ഇവിടെ ഇൻവിറ്റേഷൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഈ പ്രതിസന്ധികൾക്കിടയിലും പുതിയൊരു അവസരമോ അല്ലെങ്കിൽ ഒരു പ്രധാന വ്യക്തിയിൽ നിന്നുള്ള ക്ഷണമോ നിങ്ങളെ തേടിയെത്തുമെന്നാണ്. മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നത് ഈ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾക്കൊരു ഇത് കണ്ടോ, സണ്ണിൻ്റെ തന്നെ എനർജിയാണല്ലോ, സൺ പോലെ തന്നെ കണ്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസമാകുന്ന തരത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് ശത്രുതാപരമായ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, ആരോഗ്യ വിഷയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടായാലും പുതിയൊരു ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊരു നല്ല ഒരു അവസരമായിരിക്കും. ഈ ഒരു വിഷയങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ, ഈ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ അത് സഹായിച്ചേക്കും എന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന സൂചന. എന്തായാലും നമുക്ക് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് അതിവേഗം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിവേഗം മുന്നോട്ട് പോകാനായിട്ട്, കരുത്തോട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് പൊതുഫലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മൂലം നക്ഷത്രക്കാർക്ക് വിഷുക്കാലത്ത് എന്താണ് കൃഷ്ണൻ നൽകുന്ന ഗൈഡൻസ് നോക്കാം. 2 എണ്ണം വന്നിട്ടുണ്ട്. 2 നമ്മൾ നോക്കുകയാണ്. ഇനി ഇത് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് കാണാം കേട്ടോ. ഗ്രാവിറ്റി, ഫിയർലെസ്. ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങളിത് കേട്ടപ്പോൾ, വീഡിയോ കേട്ടപ്പോൾ, ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നക്ഷത്രത്തിന് ഡീറ്റെയിൽസ് ആയിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നതിലും ഓപ്പണായിട്ട്, സ്ട്രോങ് ആയിട്ട് അത് കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. ഫിയർലെസ് ആയിട്ടിരിക്കുക, കാം, കറേജ്, ബിയോണ്ട് ഓൾ ഫിയർ. കാം ആയിട്ടിരിക്കുക, കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോവുക, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുക. ഗ്രാവിറ്റി, സ്പിരിച്വൽ ഇന്നർ വെയിറ്റ്, കാം ആയിട്ട് നിൽക്കുക. എന്ത് കാര്യം വന്നാലും കാം ആയിട്ട് നിൽക്കുക. കണ്ടോ, അത് തന്നെയാണ് 2 മെസ്സേജിലൂടെയും. നിങ്ങളങ്ങനെ കാമായിട്ട്, ഡിഗ്നിഫൈഡ് ആയിട്ട്, സ്പിരിച്വലി അവെയർ ആയിട്ട്, നിങ്ങളുടെ ആന്തരിക കരുത്തിനെ, ഇവിടെ കരുത്ത് വന്നിട്ടുണ്ടല്ലോ, അതിനെ വിശ്വസിച്ചുകൊണ്ട്, അതിൽ ഉറച്ചുകൊണ്ട് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ, പീസ്ഫുള്ളി നിന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫിയർലെസ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓറ, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എന്തായാലും യൂണിവേഴ്സ്, കൃഷ്ണൻ ഒരുക്കും എന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന സൂചന. ഇവിടെ സൺ പോലെ തെളിയുന്ന ആ തെളിച്ചം നിങ്ങളിലേക്ക് വീണ്ടും വരും. അങ്ങനെ നിന്നാൽ മതി നിങ്ങൾ. അതായത് എന്തുണ്ടായിക്കോട്ടെ, ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മൂലം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സന്ദേശം. ഇനി അടുത്തത് പൂരാടം നക്ഷത്രക്കാർക്ക്, ധനുരാശിയിലുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് എന്ത് ഊർജമാണ് കൂടുതലായിട്ടും ഈ സമയത്ത് അനുഭവപ്പെടുക? മാർസിൻ്റെ എനർജി വിഷുക്കാലത്ത് പലരിലും ശക്തമായിട്ട് കാണുന്നുണ്ട്. ഏത് ഭാവത്തിലായിരിക്കും അത് അനുഭവപ്പെടുക? ഫസ്റ്റ് ഹൗസ്, മാർസ് ഇൻ ഫസ്റ്റ് ഹൗസ്. എന്ത് കാര്യം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്? ഡെബിലിറ്റേറ്റഡ്, ഡിസ്കംഫേർട്ട്. ധനുരാശിക്കാർക്ക് പൊതുവായിട്ട് അങ്ങനെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. പൂരാടം നക്ഷത്രത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് മാർസാണ്. ഒരു യുദ്ധത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ് മാർസ്. ഒരു സംഘർഷഭരിതമായ ഒരു എനർജി. സംഘർഷം ഉണ്ടാകും എന്നല്ല ഇതിനർത്ഥം. ഇത് നിങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള പ്രവണതയും ആവശ്യവും വർദ്ധിപ്പിക്കുമെന്നാണ്. പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഊർജം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് പോലെ ഇരിക്കും അതിൻ്റെ റിസൾട്ട്. നിങ്ങളത് ബുദ്ധിപരമായിട്ട് വിനിയോഗിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണപരമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ തീരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൊവ്വ 1ാം ഭാവത്തിൽ വരുന്നത് നിങ്ങളെ വളരെ കർമ്മനിരതരാക്കും. എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം ഇത് നൽകും.
എങ്കിലും ഈ ഊർജം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ മാർസിന്റെ ഈ വളരെ പവർഫുള്ളായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഈ എനർജിയെ നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പോലെ ആയിരിക്കും. എങ്ങനെ കൈകാര്യം ചെയ്താലും അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും മനസ്സും ശരീരവുമായിട്ട് നേരിട്ട് റിലേറ്റഡ് ആയിരിക്കും. നിങ്ങളൊരു തർക്കത്തിലേക്കോ സംഘർഷത്തിലേക്കോ പോയാൽ അത് നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും ബാധിക്കും. നിങ്ങൾ കൂളായിട്ടിരുന്നാലും അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ബാധിക്കും, അനുഭവപ്പെടും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ആ മാർസിന്റെ എനർജി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം. കാരണം അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ചൊവ്വ ഒന്നാം ഭാവത്തിൽ ഡെബിലിറ്റേറ്റഡ് ആയിട്ട്, അതായത് അസ്വസ്ഥമായ അവസ്ഥയിൽ വരുന്നത് ആവേശം അമിതമാകുന്നതിനെയോ അല്ലെങ്കിൽ ആത്മവിശ്വാസം പെട്ടെന്ന് ഇടിയുന്നതിനെയോ സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാനോ അനാവശ്യമായ ധൃതി കാണിക്കാനോ സാധ്യതയുണ്ട്. ഈ ഡിസ്കംഫേർട്ട് ശാരീരിക ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ അസ്വസ്ഥതയായിട്ടോ അനുഭവപ്പെടാം. എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്, മനസ്സിനോ ശരീരത്തിനോ ഒക്കെ ഒരു മടുപ്പ് അനുഭവപ്പെടുന്നത്, ആ രീതിയിലേക്ക് വരാം ഈ ഒരു എനർജിയുടെ ഒരു സ്വാധീനം ഈ സമയത്ത്. അപ്പോൾ എന്താ ശ്രദ്ധിക്കാൻ പറയുന്നത്? ഇത് ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് നമ്മൾ എടുത്തത്. ശ്രദ്ധിക്കാൻ പറയുന്നത് ചൊവ്വയുടെ ഈ അസ്വസ്ഥത ഒഴിവാക്കാൻ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചൂട് മൂലമുള്ള അസ്വസ്ഥതകളോ ചെറിയ മുറിവുകളോ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വിശ്രമം അനിവാര്യമാണ്. ഇത് ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല, നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഈ കാർഡിൽ കാണുന്നത് മറച്ചു വെക്കാതെ പറയുന്നത്. അപകടം വരുമെന്നോ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നോ അല്ല ഇതുകൊണ്ട് സൂചിക്കുന്നത്. ദേഷ്യം എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വരുന്നത് ഒഴിവാക്കാൻ എന്തായാലും സഹായിക്കും. വിഷുക്കാലം ആയതുകൊണ്ട് നമ്മളൊരു കൃഷ്ണന്റെ മെസ്സേജ് കൂടി എടുക്കുകയാണ്. യൂണിവേഴ്സൽ എനർജി ആയിട്ട് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസ്പെക്റ്റ്ഫുൾ, ഡീപ്പ് റെവറൻസ്, ഓണറിങ് ഓൾ ബീയിങ്സ്. ബഹുമാനത്തോടുകൂടി പെരുമാറുക, അതായത് ആവശ്യമില്ലാത്ത ദേഷ്യം നിയന്ത്രിക്കുക, ബഹുമാനത്തോടുകൂടി പെരുമാറുക. എന്തെങ്കിലും കാരണം ഉണ്ടാവും ഈ ദേഷ്യം വരുന്നതിനൊക്കെ, നഷ്ടപ്പെട്ട അല്ല ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു ഇമോഷണൽ വൈബിൽ നിന്ന് ദേഷ്യം ഉണ്ടാവാനും അതനുസരിച്ച് പ്രതികരിക്കാനും അത് നിങ്ങളെ തന്നെ ബാധിക്കാനും ഒക്കെ സാഹചര്യം ഉള്ളതുകൊണ്ട് ബഹുമാനം കൈവിടിയാതെ പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഡിഗ്നിറ്റിയിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ എന്നുള്ളതാണ് കൃഷ്ണൻ ഇവിടെ നിങ്ങളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ അതുവഴി വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. വളരെ സ്പീഡിൽ പോകാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ കരുത്തുകൊണ്ട്, ആത്മബലം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആയുധം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതെപ്പോൾ പ്രയോഗിക്കണം എന്നറിയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിജയി. നിങ്ങളുടെ ഉള്ളിലെ ആവേശത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാനാണ് ഇവിടെ പറയുന്നത്. തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. എല്ലാവരോടും ബഹുമാനപൂർവ്വം മര്യാദയോടുകൂടി പെരുമാറുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക്. അങ്ങനെയാണ് ഇവിടെ ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രമായിട്ടുള്ള ഉത്രാടം നക്ഷത്രത്തിന്റെ 1-ാം പാദം നോക്കാം. ഉത്രാടം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ വരുന്ന എനർജി നക്ഷത്രക്കാർക്ക് വിഷുക്കാലത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജി എന്തായിരിക്കും? ജൂപ്പിറ്റർ. ഏത് ഭാവത്തിലായിരിക്കും നിങ്ങൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുക ഈ വിഷുക്കാലത്ത്? ഫസ്റ്റ് ഹൗസ്, 1-ാം ഭാവം. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കൺജങ്ഷൻ, അലയൻസ്. ഇപ്പം മറ്റു 2 നക്ഷത്രക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധനുരാശിയിലെ ഉത്രാടം നക്ഷത്രം ആദ്യ പാദത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതായത് വ്യാഴം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ് വ്യാഴം. അതാണ് നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിശക്തിയെയും വിവേകത്തെയും വളരെ ഉണർത്തുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് കാര്യത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ആത്മീയമായ ഉണർവ് നേടാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മുഖത്തിനുള്ള ഒരു ഐശ്വര്യം, നിങ്ങളുടെ മുഖശ്രീ, വ്യക്തിത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രകാശിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. 1-ാം ഭാവത്തിൽ വരുമ്പോൾ, 1-ാം ഭാവം
എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. വ്യാഴം 1-ാം ഭാവത്തിൽ വരുമ്പോൾ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികളുടെയോ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കണ്ടോ, എറൈവൽ നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായിരിക്കും ഇത്. നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? അങ്ങനെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ, പുതിയ അലയൻസുകൾ വരുമ്പോൾ അത് ശക്തമായ കൂട്ടുകെട്ടിനെയാണ് കാണിക്കുന്നത്. ബിസിനസ്സിലോ ഔദ്യോഗിക ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെ ആവാം. വിശ്വസ്തരായ വ്യക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വിജയം ഉറപ്പാക്കും. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ടീം വർക്കിലൂടെ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വിശ്വസ്തരായിട്ടുള്ള ആളുകളാണോ നമ്മളുടെ പാർട്ട്നേഴ്സിനെ ഒരു അലയൻസിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അവർ നമുക്ക് യോജിച്ചവരാണോ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അപ്പോൾ നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആത്മബലത്തോടുകൂടി മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് വിഷുക്കാലമായതുകൊണ്ട് എന്താണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആളുകൾക്ക് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ട്രൂത്ത്ഫുൾ, ലിവിങ് ഇൻ ഓണസ്റ്റി ആൻഡ് ഡിവൈൻ ട്രൂത്ത്. നിങ്ങളുടെ സത്യസന്ധത കൈവിടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. യൂണിവേഴ്സൽ എനർജിയുടെ, യൂണിവേഴ്സിൻ്റെ, ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവരോടും സത്യത്തോടുകൂടി, അതായത് ഒരു അലയൻസിലെത്തുമ്പോൾ സത്യം എന്ന് പറയുന്ന കാര്യത്തിനായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് വിജയമുണ്ടാക്കും. നല്ല കൂട്ടായ്മ, നല്ലൊരു കൂട്ടുബന്ധങ്ങൾ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം. അപ്പോൾ ഇതോടുകൂടി വിഷുഫലത്തിൻ്റെ 3-ാമത്തെ പാർട്ട് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ 4-ാം പാർട്ടായിട്ട് വരുന്നത് മകരം രാശി, അതായത് കാപ്രിക്കോൺ, കുംഭം രാശി അക്വേറിയസ്, മീനം രാശി പൈസസ്, ഇവയുടെ പൊതുഫലങ്ങളും അതിൽപ്പെട്ട നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ എന്നിവയും, അതുപോലെ അവിട്ടം നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ കുംഭം രാശിയിൽ വരുന്നത്, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നിവയും, മീനം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും ഫലവും കൂടിയാണ് 4-ാം ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ മെമ്പർഷിപ്പ് പ്ലാനുകൾ പരിശോധിച്ചിട്ട് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. കുറേ കൂടി പെർക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ടാരോ ഫ്രണ്ട്സിന് മുകളിലേക്കാണ്. ടാരോ ഫ്രണ്ട്സ് മുതലാണ്. ടാരോ സ്പാർക്ക് എന്നത് ജസ്റ്റ് ബേസിക് പ്ലാനാണ്. അതിൽ കൂടുതൽ ഇൻട്രാക്ഷൻ വരാത്തത് കൊണ്ട് അതിൽ കൂടുതൽ പെർക്സ് അവൈലബിൾ അല്ല എന്ന് മാത്രം. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ യോജിക്കുന്ന പ്ലാൻ എടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്വിക്ക് ഇൻസൈറ്റ് പോലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഒരു 10 മിനിറ്റ് വീഡിയോ, ഒരു പേഴ്സണൽ റീഡിങ് വേരിയേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മന്ത്ലി വൺസ്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്ലാൻ എടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട്, പിന്നെ 4-ാം ഭാഗവുമായിട്ട് കാണുന്നത് വരെ ബൈ.